ഓണക്കാലാണ് ഒരുപാട് സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം, ആസിഫ് അലിയുടെ കിഷ്കിന്ധാഖണ്ഡം, ആന്റണി വർഗീസിന്റെ കൊണ്ടൽ, ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ്, പിന്നെ കുമ്മാട്ടിക്കളി, ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇറങ്ങാനുണ്ട്. അപ്പം ഇതിൽ ചില സിനിമകളൊക്കെ ആളുകൾ ഏറ്റെടുത്തു, വലിയ പ്രേക്ഷക പ്രതികരണമൊക്കെ ലഭിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുൻപ് ആസിഫ് അലിയും ടൊവിനോ തോമസും ആന്റണി വർഗീസ് പെപ്പയും കൂടെ ചേർന്ന് ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അത് വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. മത്സരങ്ങളൊന്നും ഇല്ലാതെ 3 പേരും അവരവരുടെ സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഒരു വീഡിയോ. അതിനുശേഷം നടിയും പ്രൊഡ്യൂസറും ആയിട്ടുള്ള ഷീലു എബ്രഹാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പവർ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തന്നതിന് ആസിഫ് അലിക്കും ടൊവിനോ തോമസിനും ആന്റണി വർഗീസ് പെപ്പയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അവരിങ്ങനെ സിനിമയ്ക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പം ആ വീഡിയോ കാണുന്നവർ ആ സിനിമകൾ മാത്രമാണ് ഇറങ്ങുന്നതെന്ന് വിചാരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള സിനിമകൾ, അതായത് ബാഡ് ബോയ്സ്, കുമ്മാട്ടിക്കളി, ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് പോലുള്ള സിനിമകൾ അവർ നിർദ്ദാക്ഷിണ്യം തഴഞ്ഞു എന്നൊക്കെ പറയുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളെക്കാൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ, ഓണത്തിന് ഇറങ്ങുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഷീലു എബ്രഹാമിനെ പിന്തുണച്ചുകൊണ്ട് ഒമർ ലുലു രംഗത്തെത്തി. അങ്ങനെ ഈ വിഷയം വലിയൊരു ചർച്ചാ വിഷയമായി. ഇപ്പം ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടൻ ആസിഫ് അലി. മലയാള സിനിമയ്ക്ക് വളരെ ഗംഭീരമായ തുടക്കം കിട്ടിയൊരു വർഷമാണിത്. ഒരുപാട് നല്ല സിനിമകൾ വന്നു. അങ്ങനെ ഇരിക്കുകയാണ് പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ നെഗറ്റിവിറ്റി മൊത്തം സിനിമയിൽ വന്നു. തിയേറ്ററുകളെ അത് ബാധിച്ചോ ഇല്ലയോ എന്നറിയില്ല. ഓണം സീസൺ എന്ന് പറയുന്നത് മറ്റ് ബിസിനസ്സുകളെ പോലെ തന്നെ സിനിമയ്ക്കും വളരെ പ്രധാനപ്പെട്ടൊരു സീസൺ തന്നെയാണ്. ഞങ്ങൾ 3 പേരും ഏകദേശം ഒരേ പ്രായത്തിലുള്ള ആളുകളാണ്. 3 സിനിമയുടെയും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് 3 സ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകുന്നത്. അത് ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ മറ്റ് സിനിമകളുടെ പേര് പറയാതിരുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. ആ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ വീഡിയോയുടെ പിന്നിലുള്ള ആഗ്രഹം പോസിറ്റീവായിരുന്നു. ആളുകളുടെ തീരുമാനമാണ് ഏത് സിനിമ കാണാമെന്നുള്ളത്. ഒരു സിനിമയുടെ പേര് പറഞ്ഞില്ല എന്ന് വിചാരിച്ച ആ സിനിമയ്ക്ക് ഒരു മോശവും സംഭവിക്കില്ല. പക്ഷേ പേര് പറയാൻ വിട്ടുപോയതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്നായിരുന്നു ആസിഫ് അലി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ മലയാള സിനിമാ മേഖലയെ തന്നെ അത് ഒന്നടങ്കം ബാധിക്കുമെന്നും ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തില്ല എന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. തിയേറ്ററിലേക്ക് സിനിമകൾ എത്തുന്നുണ്ട്, നല്ല സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട്.